ഇത് കഴിക്കേ. ചായ കുടിക്കടാ. എന്നിട്ട് എന്താ നിന്റെ തീരുമാനം? അവളുടെ സന്തോഷം കണ്ടപ്പോ ഒന്നും അവളോട് തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് വഴക്കിട്ട് നീ ഇറങ്ങിപ്പോയപ്പോ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എടാ, അഭിരാമിയെ നീ അത്രക്ക് സ്നേഹിക്കുന്നുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്താ ഹരിയേട്ടാ ചെയ്യേണ്ടത്? ഈ ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ പെട്ട പോലായി എൻ്റെ അവസ്ഥ. അബിയുടെ സന്തോഷം നശിപ്പിക്കാൻ എനിക്ക് വയ്യ. അതേസമയം തന്നെ ബാലാമണിയെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിക്കാനും മനസ്സ് വരുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹരിയേട്ടൻ എനിക്കൊരു വഴി പറഞ്ഞതാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നീ വില്ലിംഗ് ആണ്? ബാലാമണിക്ക് പകരം മറ്റൊരു സ്ത്രീ, അങ്ങനൊരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. എങ്കിൽ പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യേ. ഹരിയേട്ട, അഭിരാമിയെ രക്ഷിക്കാൻ നിനക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആയത്. ഇത് നീ മിസ് ചെയ്യരുത്. എന്നാലും എനിക്കതിന് കഴിയുന്നില്ല. എടാ, ഒരു കാര്യം ഞാൻ പറയാം. മനസ്സുകൊണ്ട് ബാലാമണി നിന്റെ പെങ്ങളാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ യാതൊരുവിധ ശാരീരിക ബന്ധവും ഉണ്ടാവുന്നില്ല. എടാ, സ്വന്തം മകൾക്ക് വേണ്ടി അമ്മ സറോഗേഷൻ വിധേയായിട്ടുണ്ട്. സത്യം ഞാൻ പറയുന്നേ. അത്രയും വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഏതായാലും ഇതിലില്ലല്ലോ. എടാ, ബാലാമണി ഒരിക്കലും ഈ കാര്യം അറിയാൻ പോണില്ല. ബാലാമണി മാത്രമല്ല, അഭി. നോക്ക്, എടാ, നമ്മുടെ കയ്യിൽ ഇനി അധികം സമയമില്ല. ഇപ്പൊ നീ ഇതിന് സമ്മതിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് അവസാനിക്കും. അതല്ലെങ്കിൽ നാളെ നീ ഇതോർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും. എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ബാലാമണി നിനക്ക് അറിയില്ല, അല്ലെങ്കിൽ നീ അവളെ കണ്ടിട്ടില്ല. നീ അത്രയും വിചാരിച്ചാൽ മതി. നിനക്ക് നിന്റെ അഭിയ വലുത്, നിങ്ങളുടെ ജീവിത വലുത്. അപ്പോ നമ്മൾ IVF ചെയ്യുന്നു, ബാലാമണിയിൽ തന്നെ. നീ ഇതിന് സമ്മതിക്കുന്നു. ഇനിയും നിനക്ക് എതിർപ്പുണ്ടെങ്കിൽ പറയാം. എല്ലാം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഹരിയേട്ടൻ വിളിച്ചിരുന്നോ? ഇല്ല. എന്തേ? ട്രീറ്റ്മെന്റ് എന്നത്തേക്കാ തുടങ്ങണ്ടേന്ന് അറിയണ്ടേ? അതിന് ലേറ്റ് ആക്കാതിരിക്കുന്നതാ നല്ലത്. ആ, തുടങ്ങണം. എന്താ ആനന്ദിനൊരു താല്പര്യം ഇല്ലാത്ത പോലെ? അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയും. ഒരു പ്രശ്നമില്ല. എന്നാ ഹരിയേട്ടനെ അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിക്കും. അത് ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ എപ്പോഴാ ടൈമെന്നൊന്നും പറഞ്ഞില്ല. എന്റെ റിസൾട്ടിന്റെ കാര്യോ? ടെസ്റ്റ് റിസൾട്ട് അത് വരേണ്ട സമയമായല്ലോ. ഹരിയേട്ടൻ വിളിച്ചപ്പോ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ആ റിസൾട്ടിന് വല്ല പ്രോബ്ലം ഉണ്ടാവുമോ? എന്റെ അബി, നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് മാത്രം ചിന്തിക്കല്ലേ. റിസൾട്ട് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഹരിയേട്ടൻ നമ്മളെ വിളിച്ച് പറയില്ലേ? ശരിക്കും ഞാൻ വളരെ ത്രില്ലിലാണ്. ഞാനൊരു അമ്മയാവാൻ പോവാ. നമ്മുടെ കുഞ്ഞ്
അവന്റെ വരവോടെ നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവും, പഴയ പോലെ പ്രാക്ടീസും തുടങ്ങും. അതെ, ആ കുഞ്ഞ് നിന്നെ ഒരുപാട് മാറ്റിയെടുക്കും. ഞാൻ അമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞാൽ എന്നെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന മറ്റൊരാളുണ്ടാവും. ആരാത്? നമ്മുടെ ബാലാമണി. അവളെ ഇതൊന്നും അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എവിടെയായാലും എങ്ങനെയായാലും എനിക്കെന്റെ ബാലാമണിയെ കണ്ടെത്തണം. അതിനൊന്ന് കഴിഞ്ഞാ മതി. ദൈവങ്ങളോടുള്ള എന്റെ പ്രാർത്ഥന അത് തന്നെയാ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ കോടികൾ മേടിച്ചെടുത്തേനെ. കോടികൾ. ഇത്രയും പണം തന്ന് സഹായിച്ചവർ ചോദിക്കുന്ന കാശ് തന്നേനെ. നിന്റെ ജീവിതം സേഫാക്കാനുള്ള തുക നിനക്ക് ചോദിക്കായിരുന്നു. കിട്ടിയാ അതൊരു വലിയ കാര്യമല്ലേ? കുഞ്ഞിനെ പ്രസവിച്ച് കൈമാറുന്നത് വരെ അവര് നിന്നെ കൈ അയച്ച് സഹായിച്ചൊന്നിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? പ്രസവം കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ ശാരീരികമായി നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനുള്ള പണമേ എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും നടന്നല്ലോ. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച അവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും പ്രത്യുപകാരം ഞാൻ ചെയ്തു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ഈശ്വരൻ എന്നോട് പൊറുക്കോ? നിന്റെ ഗർഭപാത്രം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും 10 മാസം പരിചരിച്ച് മാധവനെ നീ എങ്ങനെ പ്രസവിച്ചോ അതേ രീതിയിൽ തന്നെയാ അതും സംഭവിക്കാൻ പോകുന്നത്. മാധവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ഈ പെടാപാടൊക്കെ അനുഭവിക്കുന്നത്? മാധവനെ ഒരു ദിവസം നിനക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റോ? ഉണ്ടാകുന്ന കുഞ്ഞിനെ മറ്റൊരാൾക്ക് ഏൽപ്പിക്കാനുള്ളതാണ്. അത് നിനക്ക് നല്ല ഓർമ്മ വേണം. ആ അവസ്ഥ ഒരു സ്ത്രീക്കും അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിനെ മേടിച്ച് അവരങ്ങ് പോവും. പിന്നെ അനുഭവിക്കുന്നത് മുഴുവൻ നീയായിരിക്കും. ആ കുഞ്ഞിൽ എനിക്ക് ഒരു അവകാശവും ഇല്ല. അതെന്റെ കുട്ടിയല്ല. അതിനൊരിക്കലും ഞാൻ സ്നേഹിക്കുകയില്ല. എങ്കിൽ പിന്നെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഹരിയേട്ടാ, എനിക്കിപ്പോൾ അബിയെ പേടിയാ. ബാലാമണിയെ കണ്ടെത്ത കാര്യമായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അതോർത്ത് താനെന്തിനിങ്ങനെ ടെൻഷനാവുന്നേ? അബി എങ്ങാനും ബാലാമണിയെ കണ്ട, സരോഗേഷന് വിധേയായ സ്ത്രീ ബാലാമണിയാണെന്ന് അങ്ങനെ അറിഞ്ഞ പിന്നെ എന്തൊക്കെ സംഭവിക്കാന്നറിയോ? എടോ ആനന്ദേ, ഭാവിയിലെ കാര്യങ്ങളോർത്ത് താൻ വെറുതെ തല പുണ്ണാക്കല്ലേ. അഭിരാമി ഒരിക്കലും ബാലാമണിയെ കാണില്ല. ഇതൊന്നും അറിയുകയും ചെയ്യില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. എടോ, ഇയാളിത്തിരി ചങ്കൂറ്റം കാണിക്കേ. ഇതിപ്പോ പെർപ്പസ് ആയിട്ട് അഭിരാമിയെ ചീറ്റ് ചെയ്യണമെന്നോർത്ത് താൻ ചെയ്തതൊന്നുമല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മറ്റൊരു വഴിയില്ലാതായപ്പോ താനിതിന് നിർബന്ധിതനാകുകയായിരുന്നു. ഒക്കെ ശരിയാ. പക്ഷേ എന്റെ നിരപരാധിത്വം അബിയുടെ മുന്നിൽ ക്ലിയർ ചെയ്യാൻ എനിക്ക് കഴിയില്ല. അബിന്നല്ല, ഒരു പെണ്ണിനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. താനൊരു ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ ചെയ്തേ. മറ്റൊരു വഴിയില്ലാതായപ്പോ അഭിരാമിക്ക് വേണ്ടി തന്നെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് താൻ ഇങ്ങനൊരു കാര്യത്തിന് സമ്മതിച്ചേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ താനും അബിയും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലെല്ലാം എനിക്കും ഉത്തരവാദിത്വമുണ്ട്. ഹരിയേട്ടാ,
ഏട്ടൻ എന്നെ അഭിരാമിയും വളരെ കുറച്ച് കാലമായിട്ടേ അറിയാവൂ. ഞങ്ങൾ ഡിവോഴ്സായി പോകാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലേ. ആ, എനിക്ക് ഓർമ്മയുണ്ട്. തൻ്റെ പ്രശ്നം അത് തന്നെ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിക്കുമോ എന്നും അഭി തന്നെ വിട്ടുപോകുമോ എന്നും താൻ നന്നായിട്ട് ഭയപ്പെടുന്നു. സത്യവാ. ഒരിക്കൽ അവൾ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ അന്ന് എനിക്കൊപ്പം എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ തന്ന ധൈര്യം. അതുകൊണ്ട് ആ ഒറ്റപ്പെടൽ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റി. പക്ഷേ ഇന്നത്തെ എൻ്റെ അവസ്ഥ അതല്ല. ആരുമില്ല എൻ്റെ കൂടെ. ആകെയുള്ളത് അബിയ. ആനന്ദേ, അവളെ കൂടെ മിസ് ചെയ്ത. നീ എന്നൊരു ഏട്ടന്റെ സ്ഥാനത്താ കാണുന്നേ. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ഞാൻ പറയാ, അഭിയോട് നീ ഈ ചെയ്യുന്ന കള്ളത്തരത്തിന് പിന്നിൽ ഒരു നന്മയുണ്ട്. ഏത് പ്രതിസന്ധിയിലും നിന്നെ രക്ഷിക്കാൻ ആ നന്മയുടെ ശക്തി നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നീ സമാധാനിക്ക്. ആവശ്യമില്ലാത്ത ചിന്തകൾ അതിന്റെ വഴിക്ക് വിട്ടേക്ക്. നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. നാളെ അമൃതയൊന്ന് കാണണം. അമൃതയോ? ഓ സോറി, ഡോക്ടർ അമൃത. നമ്മുടെ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാ. IVF ചെയ്യുന്നവരാ. അവരെ ഒന്നും കൺവിൻസ് ചെയ്യണം. ഒത്തിരി ജോലിയാ. അല്ല, അവരെങ്ങാനും ഇനി സമ്മതിക്കാതിരിക്കുമോ? നായേ, വാടക തരാതെ താമസിക്കാൻ ഇത് നിന്റെ അച്ചുവീടാണോടാ? ഞാനെന്താ സത്രം നടത്തിയാണെന്ന് അതിന്റെ വിചാരം? ഒന്നും രണ്ടുമല്ല, 3 മാസം വാടക എനിക്ക് തരാനുള്ളത്. എന്റെ കുടുംബം കഴിയുന്നതേ ഈ ഒരു സ്ഥാപനം കൊണ്ടാ. കാശ് തന്നിട്ട് നീ ഇവിടെ താമസിച്ചാ മതി. ആഹാ, അപ്പൊ തനിക്ക് കള്ളും കഞ്ചാവും വാങ്ങിക്കാൻ കാശുണ്ട്, എന്റെ വാടക തരാൻ കാശില്ല അല്ലേ? എടോ, നിന്റെ വാടക ഞാൻ തരും, നീ കിടന്ന് ചാടാ. എപ്പോ തരൂന്നാ? ഞാൻ ചത്തിട്ട് വായിക്കരിയിടാൻ നേരത്തോ? എനിക്ക് നിന്നെ പോലെയല്ല, ഒരു കുടുംബമുണ്ട്, അവരുടെ കാര്യം നോക്കണം. ഇനി നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. എടാ, ആ ഫോട്ടോ അവിടെ വയ്ക്ക്. അതില്ലാതെ ഞാൻ ഇല്ല. നിന്റെ സ്വന്തം തള്ളയാണെങ്കിൽ നീ എൻ്റെ കാശ് തന്നിട്ട് ഫോട്ടോ മേടിച്ചോണ്ട് പോകും. നീ അത് കൊണ്ടുപോകരുത്. കൊണ്ടുപോയാ? അത് കൊണ്ടുപോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാനിത് കൊണ്ടുപോകും. നീ ഇല്ലാതായ എനിക്കെന്താടാ? മാറി നിൽക്കണം. അനന്തു, 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 അനന്തു. എന്താ വിഷമടിച്ചത് വല്ലതോ? അല്ലല്ല, വെള്ളം അടിച്ച് കരളും കൂമ്പും ഒക്കെ പോയതാ. ഛർദിക്കുന്നത് മൊത്തം രക്തമാ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരെ. ചേട്ടൻ എന്നോട് നിന്നേ. എങ്ങോട്ടായി പോകുന്നേ? ഇവിടെ നിക്ക്. എന്നെ ഇവിടെ ആക്കിട്ട് മുങ്ങാൻ നോക്കല്ലേ. നീ ഒറ്റ ഒരുത്തനാ ഈ വയ്യാവേലി എന്റെ ലോഡ്ജിൽ കയറ്റി താമസിപ്പിച്ചത്. ഇനി ഇവൻ ഛർദിച്ച ആ രക്തം മൊത്തം എന്റെ ചെലവിൽ ഇവള് മാറി ഇവന്റെ ദേഹത്ത് കുത്തിക്കയറ്റും. ആർക്ക് പോയി? ഓരോ വിധി. കിടക്കുന്ന കിടപ്പ് കണ്ടോ? നോ ഡോക്ടർ, ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. എനിക്കെന്റെ പേഷ്യൻസിനോട് ചില എത്തിക്സ് ഉണ്ട്. അത് തെറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. അമൃത, പ്ലീസ്, ഞങ്ങൾ പറയുന്നത് സമാധാനമായിട്ട് അമൃത ഒന്ന് കേക്ക്. സർ, നിങ്ങൾ എന്നെക്കാളും എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കുക എന്ന് വെച്ചാ, ഇന്ന് ഈ നിമിഷം വരെ സിൻസിയർ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പേഷ്യന്റിന്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ബോഡിയിൽ യാതൊന്നും ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അതുമാത്രമല്ല, ഈ കാര്യങ്ങൾ നാളെ പുറംലോകം അറിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ ഡോക്ടർ ചിന്തിച്ചിട്ടുണ്ടോ?
അഭിരാമി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാ. അവളൊരു പാവോ. അവളെ ചതിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. എനിക്കതിന് കഴിയില്ല. നമ്മൾ ആരെയും ചതിക്കുന്നില്ല. അമൃത ആദ്യം അത് മനസ്സിലാക്കുക. കോളേജിൽ ഒരുമിച്ച് പഠിച്ച അഭിരാമിയെ മാത്രമേ അമൃതക്കറിയൂ. പഠിക്കുന്ന സമയത്ത് വളരെ ബ്രില്യൻറ്റും ആക്റ്റീവുമായിരുന്ന അഭിരാമി കഴിഞ്ഞ 2 വർഷമായിട്ട് ഡിപ്രഷനുള്ള ട്രീറ്റ്മെന്റില്ല. 2 തവണ ഇത് കാരണം അവൾ സൂയിസൈഡിന് ശ്രമിച്ചു. സമയത്ത് ആനന്ദ് കണ്ടതുകൊണ്ട് മാത്രം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേ. ഒരു കുഞ്ഞു പിറന്നെങ്കിൽ മാത്രമേ അഭിരാമി നോർമൽ ലൈഫിലേക്ക് വരൂ. അതിനുള്ള അവസാന ശ്രമത്തിലാണ് ഞങ്ങൾ. അമൃത ഇതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പദ്ധതികളും ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. ഒപ്പം അഭിരാമിയെക്കുറിച്ചുള്ള ആനന്ദിന്റെ സ്വപ്നങ്ങളും. ഓരോ ദിവസവും കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക അബി. ഈ ഒരൊറ്റ പ്രതീക്ഷയിലാണ് അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ പ്രതീക്ഷ കൂടെ തകർന്ന എൻ്റെ അബി പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. അബിയെ ഓർത്തെങ്കിലും ഒന്ന് സമ്മതിക്കണം. ബാലാമണിയിൽ IVF ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതെന്ന കാര്യം നമ്മൾ 3 പേരുമല്ലാതെ മറ്റാരും അറിയരുത്. ഇതിന്റെ പേരിൽ നാളെ യാതൊരു പ്രശ്നങ്ങളും അമൃത ഫേസ് ചെയ്യേണ്ടി വരില്ല. എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുക. ഒരു സീനിയർ ഡോക്ടർ എന്ന പരിഗണന വിട്ടേക്ക്. ഇവനെനിക്ക് എൻ്റെ അനിയനെ പോലെയാ. എൻ്റെ അനിയനും അനിയത്തിക്കും വേണ്ടിയിട്ടാ ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഇത് ചെയ്തു തരണം പ്ലീസ്. യെസ്, ഞാനത് ചെയ്യാം. ടെസ്റ്റുകളൊക്കെ ചെയ്തോ? ചെയ്തു. എങ്കിൽ വരൂ. എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ചതിൻ്റെ കയ്യിലെത്തുന്നതുവരെ നിനക്കവരെ പരിചയമില്ലാന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ അവരോടുള്ള നിന്റെ സ്നേഹവും കരുണയൊക്കെ കാണിക്കാൻ നിന്നാൽ നിന്റെ ഭാവിക്ക് അത് ദോഷം ചെയ്യും. രഹസ്യങ്ങൾ ഒന്നും അറിയാത്ത ഒരാൾ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യവും ഓർക്കണം നീ. അഭിരാമി അവൾക്ക് വേണ്ടി, അവളുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നിന്റെ ദുഃഖങ്ങൾ നീ ത്യജിക്കണം. ഇപ്പോ അവൾ വലിയ പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷകൾ തകർന്ന ചിലപ്പോൾ അഭിരാമിയെ തന്നെ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും. ഹരിയേട്ടൻ പറഞ്ഞതാ ശരി. അഭിരാമിക്ക് വേണ്ടി ഞാനിതൊക്കെ സഹിച്ചേ പറ്റൂ.
മഹാപാപാ ചെയ്യുന്നേ. അതിൻ്റെ നീറ്റില് എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ അമ്മയുടെ ആത്മാവ് പോലും ഈ തെറ്റിന് എന്നോട് പൊറുക്കില്ല. ഹേ, എന്താണത്? നിന്റെ അവസ്ഥ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ നിന്റെ അമ്മയ്ക്കത് മനസ്സിലാവും. അബിയ, നീ അറ്റൻഡ് ചെയ്യേ. അബി, ഒക്കെ വിശദമായിട്ട് പറയാം. ഞാനുടനെ അങ്ങോട്ട് വരും. നീ ഫോൺ വെച്ചോ. എന്തായി? ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തായിന്നാ ചോദിച്ചേ? അതൊന്നറിയാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. അവിടെ എന്താ? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് പറഞ്ഞാ അമൃത എന്നെ വിളിച്ചിരുന്നല്ലോ.